Hi friends, welcome to Hum Tech Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സാപ്പിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റി ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു അടിപൊളി ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറെയായിട്ട് ആഗ്രഹിച്ചൊരു അപ്ഡേറ്റാണ്. എനിക്ക് ആ ഒരു അപ്ഡേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സപ്പിൽ വന്ന അപ്ഡേറ്റാണ് മ്യൂസിക് ഫോർ സ്റ്റാറ്റസ് എന്നത്. അതായത് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു വാട്സപ്പിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്നും പറഞ്ഞ്. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഇടത്തില്ലേ, അപ്പം സ്റ്റാറ്റസിന് ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇടാം. ഞാനിപ്പോൾ ഒരു പിക്ചർ ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐക്കനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയ്ക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അതിനായിട്ട് ആ ഒരു ഐക്കനെ ക്ലിക്ക് ചെയ്യാം, ആ മ്യൂസിക്കിൻ്റെ ഐക്കനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കാമെങ്കിൽ ഇവിടെ കുറേ മ്യൂസിക്കുകൾ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മ്യൂസിക്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു മ്യൂസിക് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് മ്യൂട്ട് ചെയ്യും. നമുക്ക് പക്ഷേ ഇത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഇഷ്ടമുള്ള മ്യൂസിക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മലയാളം സോങ് ആയിട്ടുള്ള കണ്ണാം തുമ്പി ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് കണ്ണാം തുമ്പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ റിസൾട്ട് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്തത് കേൾക്കാം. എന്നിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ താഴോട്ട് നോക്കാമെങ്കിൽ നമുക്ക് ആ ഒരു മ്യൂസിക് ഇവിടെ സെലക്ട് ആയിരിക്കുന്ന പോർഷൻ കാണാൻ സാധിക്കുന്നതാണ്. 15 സെക്കൻഡ് മാത്രമേ നമുക്ക് ആ ഒരു മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 15 സെക്കൻഡിലുള്ള ഈ കാണുന്ന ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കപ്പോൾ ആ ഒരു മ്യൂസിക്കിലെ ഏത് പോർഷനാണോ വേണ്ടത് അത് ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്നിട്ട് ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ മ്യൂസിക് ഇപ്പോൾ ഇവിടെ പ്ലേ ആവുന്ന നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റാറ്റസ് ആക്കാവുന്നതാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ഇമേജ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കൂട്ടുകാർക്ക് അത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോ നമ്മളിപ്പോൾ കളർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഒരു ഇമേജ് സ്റ്റാറ്റസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തേക്ക് ആകുമ്പോൾ ഇമേജിന് മ്യൂസിക്കൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെയൊക്കെ സഹായം തേടേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വാട്സപ്പ് അതിനുള്ള സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് വീഡിയോസും ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ ചൂസ് ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടുകൂട്ട് തന്നെ ആ മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് ഏതോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ തൽക്കാലം ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 25 സെക്കൻഡ് മാത്രമേ നമുക്ക് ആ ഒരു മ്യൂസിക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നേരത്തെ നമ്മൾ ഇമേജ് യൂസ് ചെയ്തപ്പോൾ അവിടെ 15 സെക്കൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഒരു മ്യൂസിക്. എന്നാൽ വീഡിയോസിലോട്ട് വരുമ്പോൾ നമുക്ക് 25 സെക്കൻഡ് വരെയുള്ള ആ ഒരു മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടു തന്നെ ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് ആ ഒരു മ്യൂസിക്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലെല്ലാം ചൂസ് ചെയ്തിട്ട് ഇവിടെ ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം വിത്ത് മ്യൂസിക്കോട് കൂടി നമുക്ക് ആ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു വീഡിയോയുടെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരണ്ടെന്ന് വിചാരിച്ച് അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് തന്നെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് സെൻഡ് ആവുന്നതായിരിക്കും. അങ്ങനെ
വീഡിയോ വെച്ചുള്ള ഒരു സ്റ്റാറ്റസ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മ്യൂസിക്കുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആഡ് ചെയ്യുന്ന മ്യൂസിക് തന്നെ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മ്യൂസിക്കുള്ള ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അത് മറ്റേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓൾറെഡി കിടന്ന മ്യൂസിക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന മ്യൂസിക് ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്ത നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ നോക്കിക്കാണുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്റ്റാറ്റസ് വിത്ത് മ്യൂസിക്കോട് കൂടി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് അവർ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിക്കാണുന്നത്. അപ്പോൾ അവർക്ക് ആ മ്യൂസിക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മ്യൂസിക്കോട് കൂടി തന്നെ ആയിരിക്കും ഈ ഒരു സ്റ്റാറ്റസ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഇട്ട സ്റ്റാറ്റസ് ഉണ്ടോ, മ്യൂസിക്കോട് കൂടി നമ്മളിട്ട സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് സേവ് ആവുന്നതായിരിക്കും, നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആവുന്നതായിരിക്കും. വിത്ത് മ്യൂസിക്കോട് കൂടിയായിരിക്കും അത് സേവ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് സേവ് ചെയ്യാനും അതായത് മ്യൂസിക്കോട് കൂടി തന്നെ സേവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റും ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്, ഞാൻ ഏറെയായിട്ട് ആഗ്രഹിച്ചൊരു അപ്ഡേറ്റാണിത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എന്തെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെങ്ങനെ ഹാപ്പിയാണോ? അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.